Good evening all. Welcome to School to IIM. Target IPMAT JIPMAT 2023 സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് വെർബൽ എബിലിറ്റി പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So the first question. In this question, 5 alternatives are given under each sentence and you are required to select the most suitable alternative to fill in the blank or blanks in the sentence to make it meaningful. ഇപ്പോൾ ഇവിടെ 2 ബ്ലാങ്ക് ഉണ്ട്. അപ്പം അതിനനുസരിച്ച് ഓപ്ഷൻസിൽ നമ്മൾ മാച്ച് ആയി സെലക്ട് ചെയ്യാം. അപ്പം എന്താണ്? Although it still keeps most of its exhibition slots for the dash artist, the gallery now also dash lesser known contemporary artist. അപ്പം എന്താണ്? എക്സിബിഷൻ സ്ലോട്ട്സ് ഈ ഒരു പ്രത്യേക ആർട്ടിസ്റ്റിന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗാലറി ഇപ്പോഴും കണ്ടംപററി ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ എ എസ്റ്റാബ്ലിഷ് റെഡ്യൂസസ്, ഓപ്ഷൻ ബി ഫേമസ് പ്രൊമോട്ട്സ്, ഓപ്ഷൻ സി സെലിബ്രേറ്റഡ് ബ്ലെയിംസ്, ഓപ്ഷൻ ഡി അൺനോൺ പ്രസൻസ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? ഇവിടെ എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഓൾദോ ഇറ്റ് സ്റ്റിൽ കീപ്സ് most of its exhibition slots for the ഓക്കെ സോറി ചെറിയൊരു എറർ ആയിരുന്നു. അപ്പം എന്താണ് പറഞ്ഞത്? ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പറയാം. ഇതിന് ആൻസർ വരുന്നത് എന്താന്ന് വെച്ചാൽ ഓക്കെ ഫേമസും പ്രൊമോട്ട്സും ആണ്. ഓൾദോ ഇറ്റ് സ്റ്റിൽ കീപ്സ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് എക്സിബിഷൻ സ്ലോട്ട്സ് ഫോർ ദ ഫേമസ് ആർട്ടിസ്റ്റിന് കൊടുക്കുന്നുണ്ടെങ്കിലും ദ ഗാലറി ഇപ്പം എന്താണ് കണ്ടംപററി ആർട്ടിസ്റ്റിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, and since it was her first offense, the judge let her off with a dash rather than a dash sentence. He was absolutely dash back then, but a stint in dash did him no good. ഇവിടെ 4 ബ്ലാങ്ക് ഉണ്ട്. അപ്പം അതിന് മാച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ എ prison ഫൈൻ, ഓപ്ഷൻ ബി ഫൈൻ prison, ഓപ്ഷൻ സി വാർണിംഗ് ഫൈൻ, ഓപ്ഷൻ ഡി ഫൈൻ വാർണിംഗ്. എന്താണ് ഇതിൽ മാച്ച് ആയിട്ടുള്ളത്? നമ്മളിങ്ങനെ ഓരോന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ എക്സാമിന് നമുക്ക് ഇങ്ങനെ ടൈം കിട്ടുമ്പോൾ അത് നമ്മൾ ഓരോന്ന് ഇങ്ങനെ നോക്കുക. അപ്പം നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത് സിൻസ് ഇറ്റ് വാസ് എ ഫസ്റ്റ് ഒഫെൻസ് ദ ജഡ്ജ് ലെറ്റ് ഹർ ഓഫ് വിത്ത് എ ഫൈൻ. ഫൈൻ വെച്ചിട്ട് വെറുതെ വിട്ടു റാദർ ദാൻ എ പ്രിസൺ സെന്റൻസ്. ഓക്കെ, ഇനി ഇവിടെ കറക്റ്റ് ആണോ നോക്കുക. ഹി വാസ് അബ്സല്യൂട്ട്ലി ഫൈൻ. ഇത് വേറൊരു ഫൈൻ ആണ്. ഇത് ഓക്കെ ആണ്. മറ്റേത് പറഞ്ഞ ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ പോലെ. ഇത് വാസ് അബ്സല്യൂട്ട്ലി ഫൈൻ ബാക്ക് ദെൻ ബട്ട് സ്റ്റിൽ ഇൻ പ്രിസൺ ഡിഡ് ഹിം നോ ഗുഡ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. All the dash will go to a local charity. The urge with which manager dash towards any given task is mind-blowing. Option A progresses, option B accumulation, option C proceeds, option D gains. ഇതിൽ ഏതാണ് all the dash will go to a local charity? ഇതിന് രണ്ടിനും മാച്ച് ആയി വരുന്നത്. ഒന്നിൽ കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമ്മുടെ വേർഡിന്റെ മീനിങ് മാറും അല്ലേ? ഇവിടെ വരുന്നത് all the proceeds will go to a local charity. The urge with which manager proceeds towards any given task is mind-blowing. So option C is the right answer. നെക്സ്റ്റ് നമ്മൾ ഈ സെന്റൻസ് കൊടുത്തുള്ളതിന് കറക്റ്റ് സെന്റൻസ് കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ ഇറ്റ് വാസ് ആൻ വണ്ടർഫുൾ ഷോ ബൈ ദ ഇന്ത്യൻസ് ഹു റിലൈഡ് ഓൺ ഗ്രേറ്റ് ടീം വർക്ക്. B, the IT sector will needing to recruit at least 5 lakh workers quickly. C, those who's taking training at the institute can be sure of a placement. D, the roofs of the houses in the village were painted red. ഇവിടെ നമുക്കറിയാം ഇവിടെ ആന് യൂസ് ചെയ്യാൻ പാടില്ല. ഇത് റോങ് ആണ്. IT സെക്ടർ വിൽ നീഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ 1-2 നമുക്ക് എററാന്ന് തോന്നും. അപ്പോൾ പിന്നെ ബാക്കിയൊന്നും നോക്കണ്ട, അത് ഒരിക്കലും ആൻസർ അല്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. ഇനി അല്ലാത്തത് നോക്കാം. ദോസ് ഹൂസ് ടേക്ക് ട്രെയിനിങ്, ഹൂസ് വരില്ലല്ലോ അല്ലേ? അവിടെ ഹൂ എന്നൊക്കെ വന്നാൽ ഓക്കെയാണ്, പക്ഷെ ഹൂസ് വരില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് റൂഫ്സ് ഓഫ് ദ ഹൗസസ് ഇൻ ദ വില്ലേജ് വർ പെയിന്റഡ് റെഡ് ആണ്. ഗ്രാമാറ്റിക്കലി എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് എന്താണ്? ഈ അണ്ടർലൈനിന് ചെയ്തിട്ടുള്ളതിന് ഒരു ആൾട്ടർനേറ്റീവ് നമ്മൾ ഓപ്ഷൻസ് എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഇവന്റ് ഇൻ ദ സിഡ്നി ഒളിമ്പിക്സ് ഫോർ മോസ്റ്റ് ബ്രിട്ടീഷ് വ്യൂവേഴ്സ് വർ ദ റോയിങ് ഫൈനൽസ്. സോ ഫോർ മോസ്റ്റ് ബ്രിട്ടീഷ് വ്യൂവേഴ്സ് വർ ദ റോയിങ് ഫൈനൽസിന് പകരം ഓപ്ഷൻ എ നോക്കാം. ഫോർ മോസ്റ്റ് ബ്രിട്ടീഷ് വ്യൂവേഴ്സ് വാസ് ദ റോയിങ് ഫൈനൽസ്. For the most British viewers were the rowing finals. For the more British viewers were the rowing finals. For most British viewers was the rowing final. അപ്പോൾ ഇതിൽ ഏതാ വരേണ്ടത്? ഇവിടെ വരേണ്ടത് for most British viewers was the
rowing finals. Option A. അടുത്തത് ഒരു പാരഗ്രാഫ് ഉണ്ട്. അപ്പോൾ അതിൽ ലാസ്റ്റ് സെന്റൻസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. What is the meaning and purpose of life is probably one of the most important questions that philosophers across the globe have been trying to answer for thousands of years. If you're trying to seek happiness by buying faster cars, bigger houses, fancier phones, or trendier clothes, you might never attain happiness, as there is no end to this list. Even if you acquire everything you can own on this planet, the next thing you might want is the next planet, and then the next galaxy, and so on and so forth. Yet you may not be able to find happiness, fulfillment, and peace of mind. ഇനി എന്താണ് നമ്മൾ ഫില്ല് ചെയ്യുക? A. Happiness is a state of mind and is absolutely free. B. Every day we are told to believe that happiness can be bought by fat bank accounts. C. Live your life passionately and experience all dimensions of life. D. Try not to waste your time accumulating things. അപ്പോൾ എന്താണ്? Yet you may not be able to find happiness, fulfillment, and peace of mind. അപ്പോൾ എന്താണ് പറയാം? Happiness is a state of mind and is absolutely free ആണ് ഇവിടെ വരേണ്ടത്. The more sophisticated the product, more substantial the potential profit. Options: the more substantial the potential profit, a more substantial the potential profit, C. the most substantial the potential profit, D. most substantial the potential profit. ഇതിന് പകരം എന്താക്കാം നമുക്ക്? The more sophisticated the product, the more substantial the potential profit. So option A. Only if the sun would come out, so we could get on with the filming. അപ്പം only if the sun would come നമ്മൾ മാറ്റാൻ പോവാണ്. Options: if only the sun would came, only if the sun will come, if only the sun would come, only if the sun would comes. അപ്പോൾ ഏതാണ് വരേണ്ടത്? If only the sun would come, if only the sun would come out, so we could get on with the filming. So option C is the right answer. അടുത്തത് വലിയൊരു സെന്റൻസ് ആണ്, കുറച്ച് സെന്റൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള അതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. 10 years is perhaps too short a time for deep scars to heal, but it is enough time to begin to review and restart. However, going by the divided views about the end of Malaysia's civil war, there are negligible signs of that. For the Malaysians who gathered in Talluwari district in the East State, it was a day to remember loved ones killed in those brutal days of the war that ended on 9th August 1992. ഇനി എന്താണ് വരേണ്ടത്? Option A. Eric Edstrom went to war in Afghanistan in 2009. B. Jallianwala had participated in 4 battles including World War II. C. The Northern Malaysian political leadership on the other hand celebrates war heroes around the same time, felicitating their efforts to bring peace. D. For years Malaysia's response to Chinese depredation in Malaysia's waters has been muted. നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. അതിൻ്റെ പാസേജിൽ എന്താണെന്ന് പറയുന്നത് നോക്കാം. അത് മലേഷ്യ സിവിൽ വാർ റിലേറ്റഡ് ആണ്. പക്ഷേ ആദ്യത്തതും A, B, D എന്ന് പറഞ്ഞാൽ ഡിയിൽ മലേഷ്യ എന്ന് പറയുന്നുണ്ടെങ്കിലും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പം കറക്റ്റായിട്ട് ഈ പാസേജിനായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു വെർബൽ എബിലിറ്റി പാർട്ടിൽ. അപ്പം ഇതുപോലെ ഒരുപാട് സെഷൻസ് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മുന്നത്തെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷൻ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ +2 ശേഷം നിങ്ങൾക്ക് IIM പഠിക്കാനാണ് ആഗ്രഹം, നിങ്ങളൊരു IPMAT JIPMAT ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ടു IIM ജോയിൻ ചെയ്യാവുന്നതാണ്. സ്കൂൾ ടു IIM എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ പ്രോബ്ലം സോൾവിങ് ക്ലാസ്, ഒരു മെൻറ്റർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, കോൺസെപ്റ്റ് ക്ലാസ്സസ്, പ്രാക്ടീസ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിലൂടെ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിലോ നിങ്ങൾക്ക് ഞങ്ങളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ച് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.